ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ദ്വയാർത്ഥത്തിൽ ലൈംഗിക ചുവയോടെ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് എത്രമാത്രം ഗുരുതരമായ കുറ്റമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിലാണ് ഇന്നലെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി ഉണ്ടായിട്ടുള്ളത്. കസ്റ്റഡിയിലായി ഏതാണ്ട് 24 മണിക്കൂർ ആവാൻ പോവുകയാണല്ലോ. അപ്പോൾ മറ്റ് നടപടികളിലേക്ക് കടക്കും. ഇതോടൊപ്പം ഈ ഫോൺ പരിശോധനയ്ക്ക് എടുത്തിട്ടുണ്ട്. ഹണിയുടെ രഹസ്യമൊഴിയിൽ എന്താണുള്ളതെന്ന് അറിയേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, ഇന്ന് 11 മണിയോടെയാണ് ബോബി ചെമ്മണ്ണൂരിനെ ഈ കോടതിയിൽ ഹാജരാക്കുന്നത്. അതിനു മുൻപുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്ന് രാവിലെ 5:15 വൈദ്യപരിശോധന നടത്തി. ഇന്നലെയും വൈദ്യപരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ വീണ്ടും പുലർച്ചെ 5:15 വീണ്ടും വൈദ്യപരിശോധന നടത്തിയത്. അതായത് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി അഡ്വക്കേറ്റ് രാമൻ പിള്ളയാണ് ഹാജരാകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം രാമൻപിള്ള അസോസിയേറ്റ്സിന്റെ ആളുകളുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അവരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹാജരാക്കുന്നത്. എന്തായാലും ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഒരു സ്ത്രീയോട് ദ്വയാർത്ഥത്തിലാകട്ടെ അല്ലെങ്കിൽ ലൈംഗിക ചുവയോടെ സംസാരിക്കുന്നത് എത്രത്തോളം ഗുരുതരമായ കുറ്റമാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം മുതൽ പോലീസ് ആക്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഹണിറോസ് ഈ കാര്യത്തിൽ എടുത്ത തീരുമാനത്തിനൊപ്പം മുഖ്യമന്ത്രിയാകട്ടെ പോലീസ് സേനയാകട്ടെ ഒപ്പം നിന്നു എന്നുള്ളതും അവർ അത് നമ്മളോട് തന്നെ റിയാക്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഈ കാര്യത്തിൽ ഉടനടി അടിയന്തര നടപടി വേണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയും തുടർന്നാണ് വളരെ പെട്ടെന്ന് ബോബി ചെമ്മണ്ണൂരിനെ വയനാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക്. അതും നമുക്കറിയാം, വയനാട് SP വളരെ രഹസ്യമായിട്ടാണ് ഈ കാര്യം ഓപ്പറേറ്റ് ചെയ്തതും. മാത്രമല്ല, അത് ലോക്കൽ പോലീസ് പോലും അവർക്ക് പോലും അക്കാര്യത്തിൽ അവയർനെസ് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യവും വ്യക്തമാണ്. കാരണം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനുള്ള ബോബി ചെമ്മണ്ണൂരിനെ രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് തന്നെയായിരുന്നു പോലീസിന്റെ അടിയന്തര നീക്കം ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടി ഈ 24 മണിക്കൂർ കസ്റ്റഡിക്ക് ശേഷമാണ് 24 മണിക്കൂർ ആക്കുന്നു കസ്റ്റഡിയിലെടുത്ത ശേഷം ഇന്നലെ ഒരു 11 മണിയോടുകൂടിയാണ് പോലീസ് ഇന്നലെ വയനാട്ടിൽ നിന്നും 12 മണിയോടുകൂടിയാണ് ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിലേക്ക് കൊണ്ടുവന്നത്. ഇന്നലെ വൈകുന്നേരം 7 മണിയോടുകൂടി ഇവിടെ എത്തുകയും ബാക്കി നടപടിക്രമങ്ങളൊക്കെ ഇന്നലെ തന്നെ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. രാവിലെ 5:15 രണ്ടാമത്തെ തവണയും വൈദ്യപരിശോധന നടത്തിയിട്ടുണ്ട്. എന്തായാലും 11 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക. ബോബി ചെമ്മണ്ണൂരിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി പിടിച്ചെടുത്തിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ, അതായത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അദ്ദേഹം ഇതുവരെ കൈകാര്യം ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ പരിശോധനയുടെ ഭാഗമാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ദ്വയാർത്ഥ പ്രയോഗത്തോടെ സംസാരിച്ചിട്ടില്ല. 4 മാസം മുൻപുണ്ടായ ഒരു പ്രശ്നം ഇപ്പോൾ ഊതിപ്പെരുപ്പിച്ചു കൊണ്ടുവരുന്നത് മറ്റെന്തോ ഉദ്ദേശത്തോടു കൂടിയാണെന്നുള്ളൊരു റിയാക്ഷനാണ് ബോബി ചെമ്മണ്ണൂരിനുണ്ടായത്. മാത്രമല്ല, ഈ വൈദ്യപരിശോധനയുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കുമ്പോഴും ഒരു തരത്തിലും ഒരു കുസലുമില്ലാതെ തന്നെയാണ് അദ്ദേഹം ഇറങ്ങിപ്പോയതും, ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഇറങ്ങിപ്പോയതും. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള നിലപാട് ആവർത്തിച്ച് തന്നെ നിൽക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഈ 4 മാസം മുൻപുള്ള കേസ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നതിന് ദുരുദ്ദേശമുണ്ട്, അതല്ലെങ്കിൽ അവരുടെ പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഈ നടി ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാകാം എന്നുള്ള തരത്തിലുള്ള റിയാക്ഷനുകൾ, എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടിയാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇവിടെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീജ, ഇന്നലെ ഈ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളിൽ ബോബി ചെമ്മണ്ണൂർ ഫാൻസ്, ഈ ബോബി ചെമ്മണ്ണൂരിന് ഇങ്ങനെയൊക്കെ പറയാൻ ധൈര്യം കൊടുക്കുകയും പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യുന്ന ഫാൻസിന്റെ ഒക്കെ ശബ്ദം കേൾക്കാം. ഇന്നലെ രാത്രിയും ഇത്തരം ആളുകളുടെ സാന്നിധ്യം അവിടെ സ്റ്റേഷന് പുറത്തുണ്ടായിരുന്നു. ബോബി ഈ നടപടിക്രമങ്ങളോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടോ? ശ്രീജ, നടപടിക്രമങ്ങളോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട്. എന്നിരുന്നാലും ശ്രീജ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ബോബി ചെമ്മണ്ണൂർ ഫാൻസ് ആയാലും മറ്റു, അതായത് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകളായാലും നൽകുന്ന മെസ്സേജ് സമൂഹത്തിന് വളരെ മോശമായിട്ടുള്ളൊരു മെസ്സേജ് നൽകുന്നു എന്നുള്ള ഒരു സൂചന കൂടിയാണ് പോലീസിന്റെ നടപടിക്രമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പം നമുക്ക് ഒരു കമന്റ് എടുത്ത് നോക്കിയാൽ തന്നെ മുൻപ് നമ്മൾ തന്നെ ഞെട്ടിപ്പോയിരുന്ന കമന്റുകൾ ഹണിറോസിന്റെ പല പോസ്റ്റുകളുടെയും താഴെ വന്നിരുന്നു. അതിനെല്ലാം നടപടിയെടുക്കുന്നു. 20 പേർക്കെതിരെ 20 പേരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. കുമ്പള സ്വദേശി ഷാജി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തുടങ്ങിയ നടപടികളൊക്കെ നടക്കുമ്പോഴും മാത്രമല്ല ഈ 20 പേര് അവരുടെ വ്യാജ അക്കൗണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇത്തരം സോഷ്യൽ മീഡിയ കമന്റുകൾ, ഇത്തരം കമന്റ്സിന്റെ പിന്നിലുള്ളവരൊക്കെ ഇത്തരം വ്യാജ ഐഡികൾ ഉപയോഗിച്ചിട്ടാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ഈ പ്രശ്നത്തിന് ശേഷം പലരും അവരുടെ ID ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം രൂപീകരിച്ചപ്പോൾ 10 അംഗ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ 10 അംഗ അന്വേഷണ സംഘം ACP ജയകുമാർ നേതൃത്വം നൽകുന്ന 10 അംഗ അന്വേഷണ സംഘത്തിൽ 3 വനിതാ പോലീസുകാർക്ക് പുറമെ സൈബർ പോലീസും
സൈബർ സേനാംഗങ്ങളുമാണുള്ളത്. കാരണം അത് കൃത്യമായി ഏതൊക്കെ ലൊക്കേഷനാണ് എന്ന് ലൊക്കേറ്റ് ചെയ്ത ശേഷം ഈ കോമൻസ് ഇട്ടവരെ ആളുകളെ ഒക്കെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ള ഒരു ഉദ്യമം കൂടി പോലീസ് ഏറ്റെടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല 20 പേരെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞുവെന്ന് കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യൻ നമ്മളോട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതുമാണ്. ഇവരെ ട്രാക്ക് ചെയ്യുകയും അതല്ലെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യുകയും തുടങ്ങിയ നടപടിക്രമങ്ങളൊക്കെ മുന്നോട്ട് ഉണ്ടാകും, തുടർ ദിവസങ്ങളിലും ഉണ്ടാകും. മാത്രമല്ല യൂട്യൂബേഴ്സ് ഹണി റോസിന്റെ ചിത്രം ഉപയോഗിച്ച്, അതായത് മോശമായ തരത്തിൽ തംബ്നെയിലുകൾ ഇട്ട യൂട്യൂബർമാർക്കെതിരെയും പരാമർശമുണ്ട്. അവർക്കെതിരെയും ഒരുപക്ഷെ നടപടികൾ ഉണ്ടായേക്കാമെന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരം ഒരു പരാമർശം കൂടി കഴിഞ്ഞ ദിവസം ഹണി റോസ് മുന്നോട്ട് വെച്ചിരുന്നു. കാരണം ഈ വീഡിയോസ് റീച്ച് കിട്ടാൻ വേണ്ടി അത്തരത്തിലുള്ള തംബ്നെയിലുകൾ ഉണ്ടാക്കി അത് പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ യൂട്യൂബേഴ്സിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അത്തരം ഒരു പ്രവണത കൂടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതായത് തന്റെ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഇത്തരം മോശം തംബ്നെയിലുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രവണത കൂടി അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഹണി റോസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ കൂടി നടപടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താ വിവരങ്ങൾ നൽകിയത്? കൊച്ചിയിൽ നിന്ന് ഇന്നലെ രാത്രി അറസ്റ്റ് രേഖപ്പെടുത്തിയ ബോബി ചെമ്മണ്ണൂർ ഇപ്പോഴുമുള്ളത് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലാണ്. 11 മണിയോടെ ഇയാളെ കോടതിയിൽ ഹാജരാക്കും. ഇന്ന് രാവിലെയും ബോബി ചെമ്മണ്ണൂരിന് വൈദ്യപരിശോധന നടത്തിയിരുന്നു. കൃത്യമായി ഈ വിഷയത്തിൽ പോലീസ് മുന്നോട്ട് പോകുന്നത് ഇനി ഹണി റോസിന്റെ രഹസ്യമൊഴിയിലെ വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, പെരിയ കേസിൽ ശിക്ഷാവിധി സ്റ്റേ ചെയ്ത സാഹചര്യത്തിൽ 4 CPM നേതാക്കൾ അല്പസമയത്തിനകം തന്നെ ജയിൽ മോചിതരാകും. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, K മണികണ്ഠൻ, വെളുത്തോളി രാഘവൻ, KV ഭാസ്കരൻ എന്നിവരാണ് പുറത്തിറങ്ങുന്നത്. വിവരങ്ങളുമായി KV ബൈജു ചേർന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. നേതാക്കളെല്ലാം ഈ ജയിലിൽ പോയ 4 CPM നേതാക്കളെ സ്വീകരിക്കാനായി CPMന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളായ MV ജയരാജൻ, P ജയരാജൻ തുടങ്ങിയ നേതാക്കളെല്ലാം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവരെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. ഇവർക്ക് സ്വീകരണം നൽകാനാണ് CPM നേതാക്കൾ അവിടെ കാത്തു നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കോടതി ശിക്ഷ വിധിച്ചതിനെ തുടർന്ന് 5 വർഷം ശിക്ഷ വിധിച്ചതിനെ തുടർന്ന് ഇവർ ജയിലിലേക്ക് പോയത്. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, വളരെ വീരോചിതമായ രീതിയിൽ തന്നെ ജയിലിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന നേതാക്കളെ സ്വീകരിക്കാൻ സംസ്ഥാനത്ത് തന്നെ CPMന്റെ മുതിർന്ന നേതാക്കൾ, MLAമാർ ഒക്കെ എത്തിയിട്ടുണ്ട്. എന്താണ് CPMന്റെ പ്ലാൻ ഇവർ പുറത്തിറങ്ങുമ്പോൾ? ശ്രീജ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലയിലെ ഒരു നേതാക്കളുടെ പട തന്നെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. സെൻട്രൽ ജയിലിന് മുന്നിൽ ഏത് സമയത്തും 4 പേരും, അതായത് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ, അതുപോലെ തന്നെ മുൻ MLA ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ, ഈ 4 പേരാണ് ഇപ്പോൾ അല്പസമയത്തിനകം പുറത്തിറങ്ങുന്നത്. ഏതായാലും P ജയരാജൻ ഉൾപ്പെടെ ഇവരെ സ്വീകരിക്കാൻ ഇപ്പോൾ സെൻട്രൽ ജയിലിന് മുന്നിൽ എത്തിയിട്ടുണ്ട് എന്നതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയം. കഴിഞ്ഞ ദിവസവും P ജയരാജൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരെ കാണാൻ സ്വീകരിക്കാനും എത്തിയിരുന്നു. അത് വലിയ ചർച്ചയായിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ജില്ലാ സെക്രട്ടറി, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ തുടങ്ങി വലിയ നേതാക്കളുടെ ഒരു സംഘം തന്നെ ഈ ജയിലിന് മുന്നിലെത്തിയിട്ടുണ്ട്. CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. നമുക്കറിയാം, ജില്ലാ സമ്മേളനങ്ങളൊക്കെ നടക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. വലിയ പ്രതിരോധത്തിലായിരുന്നു. കാരണം KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾ ഈ കേസിൽ ഇത്തരത്തിൽ 5 വർഷത്തേക്ക് ശിക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടി വലിയ പ്രതിരോധത്തിലായിരുന്നു. എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് വലിയ തോതിൽ ഇത്തരത്തിൽ സ്വീകരണം ഏർപ്പെടുത്തുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് കാസർഗോഡ് ജില്ലയിലെ നിരവധി നേതാക്കളാണ്. ഏരിയ സെക്രട്ടറിമാരുണ്ട്, സംസ്ഥാന സമിതി അംഗം KP സതീഷ് ചന്ദ്രനുണ്ട് തുടങ്ങി ജില്ലയിലെ ഉന്നത നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ സെൻട്രൽ ജയിലിന് മുന്നിലുണ്ട്. ഏത് സമയത്തും പുറത്തെത്തും. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്തും ഇവർ ജയിൽ മോചിതരാകും. അതിനായുള്ള ഒരു സ്വീകരിക്കാനുള്ള ഒരു കാത്തിരിപ്പാണ്. അതേസമയം തന്നെ ഈ ജില്ലയിൽ, കാസർഗോഡ് ജില്ലയിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ സ്വീകരണം നേരത്തെ പാർട്ടി ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ അത്തരം സ്വീകരണങ്ങൾ ഉണ്ടാകില്ല എന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് കാഞ്ഞങ്ങാട് നിന്നും നോർത്ത് കോട്ടച്ചേരി വരെ ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു സ്വീകരണമാണ് നേരത്തെ ഒരുക്കിയിരുന്നത്. പക്ഷെ അത്തരം സ്വീകരണങ്ങൾ ഉണ്ടാവില്ല. അതിന് പകരമാണ് ഇപ്പോൾ നേതാക്കൾ മാത്രമേ ഇവിടെ എത്തിയത്. പ്രവർത്തകർ ആരും തന്നെ ഈ സെൻട്രൽ ജയിലിന് മുന്നിൽ വരേണ്ടതില്ല എന്നൊരു നിർദ്ദേശവും CPM നൽകിയിട്ടുണ്ടായിരുന്നു. ഏതായാലും നമുക്കിപ്പോൾ കാണാം, ഏത് സമയത്തും ഇവർ പുറത്തു വരും. ഇതിൽ 5 വർഷം ശിക്ഷാ വിധി ആയതുകൊണ്ടാണ് ഇവർക്ക് ഇത്തരത്തിൽ ജാമ്യം
അനുവദിച്ചത്. അത് CPM പ്രത്യേകിച്ച് പറയുന്നത് നേരത്തെ തന്നെ നമ്മൾ വ്യക്തമാക്കിയതാണ്, ഗൂഢാലോചനയിൽ അല്ലെങ്കിൽ കൊലപാതകത്തിൽ CPM-ന് പങ്കില്ല എന്ന്. അതുകൊണ്ട് തന്നെ അത് CBI കോടതിക്ക് അത് കണ്ടെത്താനും സാധിച്ചിട്ടില്ല എന്ന ഒരു വാദം CPM ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള തുടർ കാര്യങ്ങളിൽ നിയമ നടപടികളിൽ CPM പാർട്ടി ഇടപെടും എന്ന ഒരു കാര്യവും വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും കുടുംബം ഇക്കാര്യത്തിൽ വലിയ നിരാശയും ആശങ്കയും ഒക്കെ രേഖപ്പെടുത്തിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇവർ പുറത്തിറങ്ങുന്ന ഈ കാര്യം ഏതായാലും 2 മാസത്തിനകം അപ്പീൽ നൽകിയാൽ മതി. അതുകൊണ്ട് തന്നെ ഇന്ന് രാജ്മോഹൻ ഉണ്ണിത്താന്റെ നേതൃത്വത്തിൽ യോഗം ചേരുന്നുണ്ട് തുടർ നടപടികൾ സ്വീകരിക്കാൻ. അതായത് ഈ 10 പേരെ വെറുതെ വിട്ടൊരു നടപടി കൂടിയുണ്ടല്ലോ, അതും ഉൾപ്പെടുത്തി ഇപ്പോൾ ഈ ജാമ്യം ലഭിച്ചതും ഇത് സംബന്ധിച്ചും നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് തീരുമാനം. അത് കുടുംബവും വ്യക്തമാക്കി കഴിഞ്ഞു, കോൺഗ്രസ് പാർട്ടിയും വ്യക്തമാക്കി കഴിഞ്ഞു. ഇത് സംബന്ധിച്ച ആലോചന യോഗം ഇന്ന് രാജ്മോഹൻ ഉണ്ണിത്താന്റെ നേതൃത്വത്തിൽ ചേരുന്നുണ്ട്. ഏതായാലും MV ജയരാജൻ തുടങ്ങിയ എല്ലാ നേതാക്കളും ഇപ്പോൾ സെൻട്രൽ ജയിലിന് മുന്നിൽ നിൽക്കുന്നു സ്വീകരിക്കാൻ ഈ 4 നേതാക്കളെയും. നേരത്തെ ഇന്നലെ ശ്രീമതി PK ശ്രീമതിയും അതുപോലെ തന്നെ PP ദിവ്യയും ഇവരെ ജയിലിനകത്ത് വെച്ച് മുഴുവൻ പ്രതികളെയും കാണുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അത്തരത്തിൽ നേതാക്കളുടെ പൂർണ്ണ പിന്തുണ. കഴിഞ്ഞ ദിവസമാണ് ഈ മുഴുവൻ പ്രതികളുടെയും വീട്ടിൽ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഒരു സംഘം തന്നെ സന്ദർശിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു പിന്തുണ ഈ പാർട്ടി ഇവർക്ക് നൽകുന്നുണ്ട് എന്നത് തന്നെയാണ് ഇത് വ്യക്തമായത്. ഏത് സമയത്തും ഇപ്പോൾ ഇവർ പുറത്ത് ഇറങ്ങിയേക്കാം. ആ ദൃശ്യങ്ങളാണ് തത്സമയ ദൃശ്യം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും പ്രവർത്തകർ ഈ നേതാക്കളൊക്കെ അതിനായുള്ളൊരു കാത്തിരിപ്പും തുടങ്ങിയിട്ടുണ്ട്. 5 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് ഈ 4 പേരും ഇപ്പോൾ പുറത്തിറങ്ങുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം KV കുഞ്ഞിരാമൻ മുൻ MLA ഉൾപ്പെടെയുള്ളവർ ഈ കേസിൽ 2-3 വർഷത്തെ ശിക്ഷ മാത്രമേ ഉണ്ടാകൂ എന്നായിരുന്നു പ്രതീക്ഷയെങ്കിൽ അത് വലിയ തോതിൽ 5 വർഷത്തെ ശിക്ഷ എന്ന ഒരു കാര്യങ്ങളിലേക്ക് എത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ CPM തുടക്കത്തിൽ തന്നെ പൂർണ്ണ പിന്തുണ ഇവർക്ക് പ്രഖ്യാപിക്കുന്ന സാഹചര്യം. ഇതിപ്പോൾ ശിക്ഷാവിധി 5 വർഷത്തെ ശിക്ഷാവിധി തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്യുക മാത്രമാണ് കോടതി ചെയ്തിട്ടുള്ളത്, അല്ലാതെ കുറ്റവിമുക്തരാക്കുകയല്ല ചെയ്തിട്ടുള്ളത്. അങ്ങോട്ടേക്ക് ജയിലിലേക്ക് പോകുമ്പോൾ ഇതുപോലെ വളരെ ആഘോഷമായി പ്രവർത്തകരുടെ പിന്തുണയോടെ മുദ്രാവാക്യം വിളിയോടെയാണ് P ജയരാജൻ ഉൾപ്പെടെയുള്ളവർ വന്ന് ജയിലിലേക്ക് യാത്ര അയച്ചത്. ഇപ്പോൾ 2 ദിവസത്തിന് ശേഷം ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിലും വലിയൊരു സന്നാഹത്തോടെ വന്ന് ഈ കേസിൽ കോടതി പ്രതികളെന്ന് കണ്ടെത്തിയ ആളുകളെ സ്വീകരിക്കുന്നു. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബം ആരോപിച്ചിരുന്നതുമായ കാര്യങ്ങളിലേക്ക് വളരെ പ്രത്യക്ഷമായി തന്നെ, അതായത് ഇതിന് സർക്കാരിന്റെ പിന്തുണയുണ്ട്, പാർട്ടിയുടെ പിന്തുണയുണ്ട് എന്ന ആരോപണം കൂടുതൽ ഇനി ശക്തിപ്പെടുകയില്ലേ? തീർച്ചയായും ശ്രീജി സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ ഈ പ്രതികളെ കുറ്റവിമുക്തരാക്കിയിട്ടല്ല ഇപ്പോൾ ഉള്ളത്. ഇതിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 225-ാം വകുപ്പ് മാത്രമാണ് ഇവർക്കെതിരെ ചുമത്തിയുള്ളത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശമുണ്ട്. 7 വർഷത്തിന് താഴെയാണെങ്കിൽ ശിക്ഷയാണെങ്കിൽ ഈ ജാമ്യം ഇത് സ്വാഭാവിക നടപടി എന്ന രീതിയിൽ തന്നെയാണ് അതിൽ കാണേണ്ടത്. നിയമവിദഗ്ധരും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. കാരണം അപ്പീൽ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രതികളുടെ ഈ ശിക്ഷ തൽക്കാലത്തേക്ക് മരവിപ്പിക്കുന്നു. അത് സ്റ്റേ എന്ന് മാത്രമേ അതിന് പറയാൻ പറ്റൂ. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഇവരെ കുറ്റവിമുക്തരാക്കി ഒരു നടപടിയല്ല. ഈ നിയമ പോരാട്ടം ഇനിയും തുടരും. കുടുംബവും അത് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ ഈ അപ്പീൽ നൽകിയ നടപടി അത് സംബന്ധിച്ച് എന്തായാലും നിയമ പോരാട്ടം ഉണ്ടാകും. എന്തായാലും നേതാക്കളെ സംബന്ധിച്ചിടത്തോളം താൽക്കാലിക ആശ്വാസം എന്ന് പറയേണ്ടി വരും. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലാ സമ്മേളനമൊക്കെ നടക്കുന്ന സമയത്ത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലായിരുന്നു. കാരണം തുടക്കത്തിൽ ഈ കേസിൽ CPM പൂർണ്ണമായും ഈ പ്രതികളെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ CBI വന്നതോടുകൂടിയാണ് ഇതിന് എല്ലാം മാറ്റമുണ്ടായത്. ഉന്നത നേതാക്കൾ ഈ പ്രതിപ്പട്ടികയിലേക്ക് ഇടം പിടിക്കുന്നു, ഇവരെ അറസ്റ്റ് ചെയ്യുന്ന ഉൾപ്പെടെ നടപടികളിലേക്ക് പോകുന്നു. അതോടുകൂടിയാണ് CPM വീണ്ടും ഈ പ്രതികൾക്ക് ഇത്തരത്തിൽ പൂർണ്ണ പിന്തുണയുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ രഹസ്യമായല്ല, ഇവർക്ക് തുറന്ന ഒരു പിന്തുണ തന്നെയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ 5 ദിവസത്തെ ഈ ജയിൽവാസത്തിന് ശേഷം ഇവർക്ക് ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ ജാമ്യം ലഭിക്കുന്നതും അപ്പീൽ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവിക നടപടിയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 7 വർഷത്തിന് താഴെ മാത്രം ശിക്ഷയാണെങ്കിൽ ഇത്തരത്തിൽ ജാമ്യം നൽകണമെന്നൊരു വ്യവസ്ഥയുണ്ട്. ആ രീതിയിലുള്ള നടപടിക്രമങ്ങൾ മാത്രമാണിത്. അത് ഏതെങ്കിലും തരത്തിൽ ഇവരെ കുറ്റവിമുക്തരാക്കിയ നടപടിയല്ല. അത് എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് ഏറെ ആശ്വാസമാണ്. കാരണം ഈ നേതാക്കൾ ഇവരെ പുറത്ത് ഇറക്കുക എന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പ്രശ്നം കൂടിയായിരുന്നു. എന്നാലും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഏത് സമയത്തും ഇവരെത്തും. ഇന്നലെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ ഇന്നലെ തന്നെ ഇവർ ജയിൽ മോചിതരാകേണ്ടതായിരുന്നു. പക്ഷെ ഇന്നലെ ഇത്തരത്തിലുള്ള റിലീസ് ഓർഡർ സെൻട്രൽ ജയിലിലേക്ക് എത്തിയിരുന്നില്ല. ഇന്ന് രാവിലെയാണ് മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയത്. ഇപ്പോൾ എല്ലാ
നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഇവർ 4 പേരും ഇപ്പോൾ പുറത്തിറങ്ങും. എന്തായാലും വലിയ സ്വീകരണമായിരുന്നു നേരത്തെ പദ്ധതിയിട്ടതെങ്കിൽ അത്തരം സ്വീകരണങ്ങളൊന്നും വേണ്ട എന്നൊരു നിലപാടിലേക്ക് CPM എത്തിയിരിക്കുന്നു. പ്രധാനമായും പ്രവർത്തകരോടൊന്നും തന്നെ ഈ സെൻട്രൽ ജയിലിന്റെ ഇവിടത്തേക്ക് എത്തേണ്ടതില്ല എന്നും അതുപോലെ തന്നെ സ്വീകരണ പരിപാടികൾ ഒഴിവാക്കണമെന്ന ഒരു കാര്യം കൂടി CPM നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് കാഞ്ഞങ്ങാടൊക്കെ വലിയ സ്വീകരണമാണ് പദ്ധതിയിട്ടിരുന്നത്. അത് കാഞ്ഞങ്ങാട് മുതൽ നോർത്ത് കോട്ടച്ചിരി വരെ തുറന്ന വാഹനത്തിൽ ഉൾപ്പെടെ ഇവരെ ആനയിച്ചു കൊണ്ടിരുന്ന അത്തരത്തിലുള്ള സ്വീകരണ പരിപാടികളൊക്കെ ഒരുക്കിയിരുന്നു. പക്ഷേ അത് തൽക്കാലം ഇപ്പോൾ അത്തരം പരിപാടികൾ വേണ്ട. ഏതെങ്കിലും തരത്തിൽ ഈ സ്വീകരണ പരിപാടികൾ സംഘർഷമുണ്ടായാൽ അത് ഈ ജാമ്യത്തെ തന്നെ ബാധിക്കും. അത് ഒരു പക്ഷേ വരുന്ന സമയങ്ങളിൽ ഈ നിയമ പോരാട്ടങ്ങൾക്കും അത് തടസ്സമുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഉന്നത നേതാക്കൾ മാത്രം എത്തുക. അവർ എത്തിയതിനു ശേഷം ഇവരെ സ്വീകരിച്ച് ഇവരെ കാസർഗോഡേക്ക് കൊണ്ടുവരിക. ഏതായാലും P. ജയരാജൻ ഉൾപ്പെടെ ഇതിപ്പോൾ 2ാം തവണയാണ് ഈ സെൻട്രൽ ജയിലിന് മുന്നിലെത്തുന്നത്. നേരത്തെ നമ്മളത് വലിയ തോതിൽ ചർച്ച ചെയ്തതാണ്. P. ജയരാജൻ ഉൾപ്പെടെ എത്തുകയും ആ മുഴുവൻ പ്രതികളെയും ജയിലിനകത്ത് വന്ന് കാണുകയും ബുക്ക് വായിക്കാൻ ഇവർക്ക് നൽകുകയും അത്തരത്തിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഏതായാലും M. രാജഗോപാലൻ MLA ഉണ്ട്, VK രാജനുണ്ട്, അതുപോലെ തന്നെ ഉദുമ ഏരിയ സെക്രട്ടറി മധു മുതിയക്കാലുണ്ട്. അത്തരത്തിൽ ദൃശ്യങ്ങളിൽ കാണാം ബൈജു. പെരിയ ഇരട്ടക്കൊലക്കേസിൽ 5 വർഷം ശിക്ഷ വിധിച്ച് ജയിലിലേക്ക് പോയ CPM നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ജില്ലാ സെക്രട്ടറി MP ബാലകൃഷ്ണൻ മാസ്റ്റർ, സംസ്ഥാന സമിതി അംഗങ്ങളായ KP സതീഷ് ചന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ശിക്ഷിച്ച നേതാക്കന്മാരെ ഹൈക്കോടതി പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത്ലാലിനെയും വെട്ടിക്കൊന്ന കേസിൽ ഹൈക്കോടതി ശിക്ഷ മരവിപ്പിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ CPM നേതാവും മുൻ MLA-യുമായ KV കുഞ്ഞിരാമൻ, രാഘവൻ വെളുത്തോളി, K. മണികണ്ഠൻ, KV ഭാസ്കരൻ എന്നിവർ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. മൂക്കിന്റെ മുകളിൽ ക്യാമറ ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ കുറച്ച് വീതിയിൽ നിന്നോ. ആ ശരി ശരി. ഇത് കഴിയട്ടെ. CPIM-നെതിരായി കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന നുണയുടെ ഒരു വലിയ കോട്ടയാണ് ഇന്നലത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ നിലപാടോടുകൂടി പൊളിഞ്ഞു വീണു. ഈ കേസിൽ ഞങ്ങളെ പ്രതി ചേർക്കുമ്പോഴും 28-ാം തീയതി ഞങ്ങൾ കുറ്റക്കാരാണെന്ന് പറഞ്ഞപ്പോഴും 3-ാം തീയതി ഒരിക്കലും ഞങ്ങൾ അർഹിക്കാത്ത ഒരു ശിക്ഷ നൽകിയപ്പോഴും ഞങ്ങൾ ഒരു തരത്തിലും പ്രതികരിച്ചിരുന്നില്ല. കാരണം നീതിന്യായ വ്യവസ്ഥയിൽ ഞങ്ങൾക്കുള്ള വിശ്വാസം കൊണ്ടും ഞങ്ങൾക്ക് നീതി ലഭിക്കും എന്ന പ്രതീക്ഷയിലും തന്നെയാണ് ആ ഘട്ടങ്ങളിൽ നിങ്ങളുടെ ഒരു ചോദ്യങ്ങൾക്കും ഞങ്ങൾ വഴങ്ങാനോ മറുപടി പറയാനോ തയ്യാറാണ്. 6-ാം തീയതിയാണ് ഹൈക്കോടതി ലീവ് കഴിഞ്ഞ് വീണ്ടും ചേരുന്നത്. അന്ന് തന്നെ ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച അപ്പീൽ അപേക്ഷകൾ സ്വീകരിക്കപ്പെടുകയും തൊട്ടടുത്ത ദിവസം അത് പരിഗണിക്കുകയും അന്ന് CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലിൻ്റെ സാന്നിധ്യമില്ലായ്മ കൊണ്ട് 8-ലേക്ക് മാറ്റിവെക്കുകയും 8-ന് രാവിലെ തന്നെ ഞങ്ങളുടെ ശിക്ഷ സ്റ്റേ ചെയ്തുകൊണ്ടും ഞങ്ങൾക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വിധി നീതിന്യായ വ്യവസ്ഥയിലുള്ള ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങൾക്ക് അതിലുള്ള ദൃഢമായ ഞങ്ങളുടെ നിലപാടും ഉറപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഈ ഘട്ടങ്ങളിലെല്ലാം ഞങ്ങളുടെ പാർട്ടി തീർച്ചയായും ഞങ്ങളെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം നിരപരാധികളാണ് എന്നും CPIM-നെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്
ഞങ്ങളെല്ലാം പ്രതി ചേർക്കപ്പെട്ടത് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ഇതിൽ നിന്ന് മോചനം നേടി വരാനാവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തരുന്നതിൽ കാസർഗോഡ് ജില്ലയിലെ പാർട്ടി, കണ്ണൂർ ജില്ലയിലെ പാർട്ടി, കേരളത്തിലെമ്പാടുമുള്ള പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കന്മാരുമെല്ലാം വലിയ സഹായവും പിന്തുണയുമാണ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കെല്ലാം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജവും പാർട്ടി നേതാക്കന്മാരുടെ ഇടപെടലും സാന്നിധ്യവും കൊണ്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പ്രതിസന്ധി അതിജീവിക്കാൻ പാർട്ടിയെ സഹായിച്ച എല്ലാവരോടും ഞങ്ങൾക്ക് നന്ദിയും കടപ്പാടുമുണ്ട്. എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹപൂർണ്ണമായ അഭിവാദ്യങ്ങൾ. ഗൂഢാലോചന ഏത് രീതിയിലാണ് പാർട്ടി പറയുന്നത്? എങ്ങനെയാണ് ഈ ഗൂഢാലോചന ആരുടെ ഭാഗത്തു നിന്നാണ് ഗൂഢാലോചന ഉണ്ടായത്? അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇതിൽ ഗൂഢാലോചന ഇല്ല. അതാണല്ലോ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. CBI വന്നിട്ട് പ്രതി ചേർത്ത 10 പേരിൽ 9 പേരും പ്രതികളല്ല എന്നുള്ള നിലയിലേക്കാണല്ലോ ഇപ്പോഴെത്തിയിട്ടുള്ളത്. ഒരാളുടെ മാത്രം ഒരു വിഷയത്തിലാണ് ചെറിയ ഒരു കൺഫ്യൂഷൻ ഉള്ളത്. അതും അപ്പീൽ പെറ്റീഷന്റെ ഭാഗമായി പരിഗണിക്കപ്പെടും. അതുകൊണ്ട് ഗൂഢാലോചന ഇല്ല. നിങ്ങളെ കേസിൽപ്പെടുത്തിയതിന്റെ ഗൂഢാലോചന എങ്ങനെയാണ്? അങ്ങനെയല്ല, ഞങ്ങൾ കേസിൽപ്പെടുത്തിയത് ഞങ്ങൾ പാർട്ടി നേതാക്കന്മാരായതുകൊണ്ട് മാത്രമാണ്. ബാക്കി കാര്യങ്ങൾ പിന്നീട് പ്രതികരിക്കാം. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്നലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മരവിപ്പിച്ചതിനെ തുടർന്നാണ് 4 CPM നേതാക്കൾ ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജയിൽ മോചിതരാകുന്നത്. മുൻ MLA KV കുഞ്ഞിരാമൻ, രാഘവൻ വെളുത്തോളി, K മണികണ്ഠൻ, KV ഭാസ്കരൻ എന്നിവരാണ് ഇപ്പോൾ സെൻട്രൽ ജയിലിൽ നിന്ന് മോചിതരായത്. ഇന്ന് രാവിലെ തൊട്ട് CPMന്റെ കണ്ണൂരിലെയും കാസർകോട്ടെയും മുതിർന്ന നേതാക്കളെല്ലാം ഇവരെ സ്വീകരിക്കാൻ ജയിലിന് മുന്നിൽ എത്തിയിരുന്നു. P ജയരാജൻ, MV ജയരാജൻ, തൃക്കരിപ്പൂർ MLA രാജഗോപാൽ, കാസർകോട്ടെ മുതിർന്ന നേതാവ് സതീഷ് ചന്ദ്രൻ ഉൾപ്പെടെയുള്ള 2 ജില്ലയിലെയും മുതിർന്ന നേതാക്കളെല്ലാം എത്തിയാണിപ്പോൾ ഈ ജയിൽ മോചിതരായ 4 പേരെ സ്വീകരിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. KV ബൈജു തുടരുന്നുണ്ട്. ബൈജു, ജയിലിന് പുറത്തിറങ്ങിയ നേതാക്കളുടെ പ്രതികരണം തന്നെ നേതാക്കളായതുകൊണ്ട് മാത്രം ഈ കേസിൽപ്പെട്ടവർ എന്നതാണ്. അതെല്ലാം CBI ഈ കേസിൽ പറഞ്ഞതെല്ലാം നുണയായിരുന്നു എന്നൊരു നിലപാടിലേക്കാണ്. ഒരുപക്ഷെ വരുന്ന ദിവസങ്ങളിൽ ഈ ജില്ലാ സമ്മേളനം ഉൾപ്പെടെയുള്ള മറ്റ് സമ്മേളന വേദികളിലൊക്കെ CPM എടുക്കാൻ പോകുന്ന നിലപാടും ഇത് തന്നെയായിരിക്കുമല്ലേ? തീർച്ചയായും ശ്രീജ, ഇതിൽ പ്രധാനമായും ഇപ്പോൾ KV കുഞ്ഞിരാമൻ വ്യക്തമാക്കിയിരിക്കുന്നത് നുണക്കോട്ട പൊളിഞ്ഞു എന്നതാണ്. തങ്ങൾക്ക് അർഹിക്കാത്ത ശിക്ഷയാണ് ലഭിച്ചത്. നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ട് എന്നത് വ്യക്തമാക്കുന്നു. എന്തായാലും പാർട്ടി നൽകിയ പിന്തുണ ഈ കാലയളവിൽ, അതായത് ഈ 5 ദിവസത്തോളം ജയിലിൽ കിടന്ന സമയത്ത് കുടുംബാംഗങ്ങൾക്കും മറ്റും നൽകിയ പിന്തുണ, അതിന് നന്ദി പറയുന്നു. ഏതായാലും ഇതിൽ ഗൂഢാലോചനയില്ല. പാർട്ടി നേതാക്കളായതുകൊണ്ടാണ് ഇത്തരത്തിൽ കേസിൽ ഉൾപ്പെടുത്തിയെന്ന കാര്യവും പറയുന്നുണ്ട്. ഏതായാലും കൂടുതൽ കാര്യത്തിൽ ഇപ്പോൾ പ്രതികരിക്കാൻ അതിനപ്പുറം തയ്യാറായില്ല. ഏതായാലും ഈ കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നു. അത് കുഞ്ഞിരാമൻ ഉൾപ്പെടെ ആദ്യ പ്രതികരണമാണ്. ഏതെങ്കിലും തരത്തിൽ ഈ വിധി വന്നതിന് ശേഷം പ്രതികരിക്കാൻ ആരും തന്നെ തയ്യാറായിരുന്നില്ല. ഈ ജയിലിൽ പുറത്തിറങ്ങിയവരെ രക്തഹാരം അണിയിച്ചാണ് ഇത്തരത്തിൽ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ ഇവരെ സ്വീകരിച്ചത്. 4 പേരും ഇപ്പോൾ ജയിൽ മോചിതരായിരിക്കുന്നു, മണികണ്ഠൻ ഉൾപ്പെടെയുള്ള. അത് മാത്രമല്ല, ഇവരുടെ പ്രതികരണവും അതിൽ കോടതി ഇനി തുടർ നടപടികളിലേക്ക് കടക്കുമ്പോൾ നീതി ന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ട് എന്ന കാര്യവും അവർ വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഈ പാർട്ടി നൽകിയ പിന്തുണ അത് ഏറ്റവും ഇവരെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. കുടുംബത്തെ വരെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു എന്ന കാര്യവും KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ വ്യക്തമാക്കുന്നു. ഏതായാലും ഇനി വഴിനീളെ ഇവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കും കൂടുതൽ പ്രവർത്തകർ. പക്ഷേ ഏതെങ്കിലും തരത്തിൽ സ്വീകരണ പരിപാടികൾ ഒരുക്കിയിട്ടില്ല. അത് സ്വമേധയാ ഉള്ള പാർട്ടി പ്രവർത്തകർ എത്തിയാലുള്ള ഒരു അത്തരത്തിലുള്ള അഭിവാദ്യം മാത്രമേ ഉണ്ടാകൂ എന്നാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും പാർട്ടി നിർദ്ദേശം അനുസരിച്ച് കൂടുതൽ പ്രവർത്തകർ സെൻട്രൽ ജയിലിന് മുന്നിൽ എത്തിയിട്ടില്ല. നേതാക്കൾ മാത്രമാണ് എത്തിയത്. അതും വളരെ മുതിർന്ന, ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ മുതിർന്ന നേതാക്കളൊക്കെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. P ജയരാജൻ ഉൾപ്പെടെ വീണ്ടും ഇവരെ സ്വീകരിക്കാൻ എത്തി എന്നതാണ് ഏറ്റവും പ്രത്യേകത. കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ എത്തുന്നു, സതീഷ് ചന്ദ്രൻ എത്തുന്നു. അത്തരത്തിൽ കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം എത്തുന്നു. പ്രവർത്തകരെ പൂർണ്ണമായും ഈ സ്വീകരണ പരിപാടിയിൽ നിന്നും ഇത്തരത്തിൽ ഒരു പരിപാടി P ജയരാജൻ സംസാരിക്കുന്നുണ്ട്. പ്രതികളെ കണ്ടെത്തുകയും അവർക്കെതിരായിട്ട് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ആ റിപ്പോർട്ട് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് CBI കോടതിയെ സമീപിച്ചത്. അപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ഫൈനൽ റിപ്പോർട്ട് അടിസ്ഥാനമാക്കണം എന്നതാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും പിന്നീട് വിധിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും CBI എന്ന് പറയുന്നത് നിഷ്പക്ഷമായി അന്വേഷിക്കുന്ന ഒരു ഏജൻസിയല്ല.
അതിന് പലപ്പോഴും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് അതിനെതിരായിട്ട് അപ്പീൽ കൊടുത്തു. സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ക്രൈംബ്രാഞ്ച് നൽകിയിട്ടുള്ള റിപ്പോർട്ട് റദ്ദാക്കിക്കൊണ്ടുള്ളതായിരുന്നു. പക്ഷേ ഡിവിഷൻ ബെഞ്ച് ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിനെ തുടർന്ന് അനുബന്ധമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനാണ്, അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ മാത്രമാണ് CBIയോട് ആവശ്യപ്പെട്ടത്. CBI അന്വേഷിച്ച റിപ്പോർട്ട് കൊടുത്തല്ലോ, അതിലാണ് CPMൻ്റെ നേതാക്കന്മാരെ CBI പ്രതി ചേർത്തത്. അത്തരമൊരു നീക്കത്തിന് ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് ഈ 4 സഖാക്കൾക്ക്, 4 നേതാക്കന്മാർക്ക് ജാമ്യം നൽകിയതിലൂടെ, അവരുടെ ശിക്ഷ മരവിപ്പിച്ചതിലൂടെ ഡിവിഷൻ ബെഞ്ച് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. നേരത്തെ ഇവിടെ കുഞ്ഞിരാമൻ പറഞ്ഞതുപോലെ നീതിന്യായ കോടതിയിൽ നിന്ന് നീതി ലഭിക്കും എന്നുള്ള വിശ്വാസം ജനങ്ങൾക്കുണ്ടാക്കുന്ന ഒരു വിധിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗമായി ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, ഒന്ന് വലതുപക്ഷ രാഷ്ട്രീയക്കാരും വലതുപക്ഷ മാധ്യമങ്ങളും ഈ ഗൂഢാലോചനയിൽ പങ്കാളികളാണ്. വലതുപക്ഷ മാധ്യമങ്ങളുടെ പക്ഷപാതപരമായിട്ടുള്ള CPM വിരുദ്ധ നിലപാടിനെ സംബന്ധിച്ച് പല കോണുകളിൽ നിന്നും വിമർശനം ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ CPM വിരുദ്ധ ജ്വരത്തിനെതിരായി സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ഫലം ചെയ്തു എന്നാണ് തോന്നുന്നത്. കാരണം ഈ കേസിൻ്റെ വിധിയെ തുടർന്ന് കേരളത്തിലെ പ്രചാരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട പത്രം മുഖപ്രസംഗം എഴുതിയപ്പോൾ CPMൻ്റെ ഭാഗമായി നിരവധി സഖാക്കൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഒരു പേരും ആ മുഖപ്രസംഗത്തിലില്ല. ഇത് സംബന്ധിച്ച് ശക്തമായി വിമർശനം ഉന്നയിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ആ പത്രങ്ങൾക്കും ചില തിരുത്തലുകൾ വരുത്തേണ്ടി വന്നിട്ടുണ്ട്. വലതുപക്ഷ മാധ്യമങ്ങൾ ഏതാണ്ട് നായയുടെ വാല് പോലെയാണ്, അത് വളഞ്ഞു തന്നെ നിൽക്കും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. പക്ഷേ ഈ വലതുപക്ഷ മാധ്യമങ്ങളുടെ CPM വിരുദ്ധ ജ്വരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മാധ്യമ സമീപനത്തിനെതിരായി ഉയർത്തി വന്ന ശക്തമായിട്ടുള്ള വിമർശനത്തിൻ്റെ ഫലമായി ചില അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അനുകൂല മാറ്റങ്ങൾ സ്വാഗതാർഹമാണ്. ഇതിലെ ഒരു പ്രശ്നം, ഈ CBI പ്രതി ചേർത്തതിൽ K മണികണ്ഠനെ പ്രതി ചേർത്തത് പോലീസാണ്. അതോടൊപ്പം തന്നെ മറ്റ് പീതാംബരൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പ്രതികളെ ഈ കേസിൽ പ്രതി ചേർത്തത് പോലീസാണ്. അവർക്കുമുള്ള രാഷ്ട്രീയ പിന്തുണ ഇപ്പോൾ CPM നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുള്ള എല്ലാ നേതാക്കളും അവരെ കൂടി സന്ദർശിച്ചിട്ടുണ്ട്. പാർട്ടി നേരത്തെ തള്ളിപ്പറഞ്ഞ പ്രതികളാണ് അവർ. അല്ല, ഞാനിവിടെ ജയിൽ സന്ദർശിച്ചപ്പോൾ ഈ സഖാവ് KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള പ്രതികളെയാണ് സന്ദർശിച്ചത്. എല്ലാ പ്രതികളെയും ഞാൻ സന്ദർശിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ പറയുന്നത്, ഇവിടെ പെരിയ ഇരട്ടക്കൊലക്കേസ് സ്വാഭാവികമായിട്ടും ദൗർഭാഗ്യകരമായിട്ടൊരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. CPM തന്നെ തള്ളിപ്പറഞ്ഞിട്ടൊരു കേസാണ്. പക്ഷേ ആ കേസിനെ ഉപയോഗിച്ച് CPMനെ അടിച്ചമർത്താനുള്ള നീക്കമാണ് വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിന് തുടക്കം കുറിച്ചത് കോൺഗ്രസ്സാണ്. ഇപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞതനുസരിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച റിപ്പോർട്ട് കൊടുത്തല്ലോ, അതിൽ 14 പ്രതികളെ ചേർത്തു. ആ 14 പ്രതികളെ CBIക്ക് ഒഴിവാക്കേണ്ടി വന്നില്ല. കാരണം എന്താ? ക്രൈംബ്രാഞ്ച് കൃത്യമായിട്ട് തന്നെയാണ് അന്വേഷിച്ച് പ്രതികളെ കണ്ടെത്തിയിട്ടുണ്ട്. അതിനെ തുടർന്ന് CPMനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന് വേണ്ടിയാണ് CBI അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ദൗത്യം നിർവഹിച്ചത്. അത് വളരെ കൃത്യമായിട്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയോടുകൂടി ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അതെ ഞാൻ പറഞ്ഞത്, സ്വാഭാവികമായിട്ടും അല്ല, അതായത് അതിപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പാകെ വന്നിട്ടുള്ള അപ്പീല് നിങ്ങൾ മനസ്സിലാക്കിയോ? അപ്പീലിൽ എന്താ പറഞ്ഞത്? യഥാർത്ഥത്തിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ്റെ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആ മൊഴി വിശ്വസനീയമല്ല. അദ്ദേഹം ഈ പ്രതികളെ ഒരു 2ാം പ്രതിയെ തട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി എന്നതാണ് ചാർജ്. പക്ഷേ അദ്ദേഹം ജനറൽ GD അനുസരിച്ച് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഹാജരായിരുന്നു എന്നതാണ് ഇപ്പോൾ തെളിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കേരള പോലീസാണ് മിക്കവാറും 14 പ്രതികളെ കണ്ടെത്തിയിട്ടുള്ളത്. അതിനെ തുടർന്ന് CBI നടത്തിയിട്ടുള്ള രാഷ്ട്രീയ ദൗത്യമാണ് ഡിവിഷൻ ബെഞ്ചിലെ വിധിയിലൂടെ വ്യക്തമാകുന്നത്. ഓക്കെ. നാല് CPM നേതാക്കൾ പെരിയ കേസിൽ ജയിൽ ആയ 4
CPM നേതാക്കളും ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ കേസിൽ കൃത്യമായ ഗൂഢാലോചനയാണ് നടന്നത്, നേതാക്കളായതുകൊണ്ട് മാത്രമാണ് ജയിലിൽ പോകേണ്ടി വന്നത് എന്ന രീതിയിലാണ് അവർ പുറത്തിറങ്ങുമ്പോൾ പറയുന്നത്. പി ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കളും ആ തരത്തിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം പോകണം. ഇന്നലെ രാത്രി മുഴുവൻ ബോബി ചെമ്മണ്ണൂർ ഉണ്ടായിരുന്നത് കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ്. അവിടെ ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. നടി ഹണി റോസിന്റെ പരാതിയിൽ നമുക്കറിയാം ഇന്നലെ 7:15 ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തത്. ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കും. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ഇന്നലെ വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ബോബിയെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം അഭിഭാഷകരുടെ വലിയൊരു സംഘം, അതായത് സംസ്ഥാനത്ത് ലഭിക്കാവുന്ന ഏറ്റവും മുതിർന്നവരും ഏറ്റവും പരിചയസമ്പന്നരുമായ അഭിഭാഷകരുടെ വലിയൊരു സംഘം ബോബി ചെമ്മണ്ണൂരിനായി ഹാജരാകുമെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബോബി ചെമ്മണ്ണൂരിന്റെ ഫോണ് ഫോറൻസിക് പരിശോധനയ്ക്കായി പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന വാർത്തയുമുണ്ട്. മജിസ്ട്രേറ്റിന് മുൻപാകെ രേഖപ്പെടുത്തിയ ഹണി റോസിന്റെ രഹസ്യമൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാകും കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ആജ്ഞ രവീന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആജ്ഞ, നേരത്തെ പറഞ്ഞതുപോലെ ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. കാരണം രഹസ്യമൊഴിയിൽ നടി ഹണി റോസ് കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതാകുമ്പോൾ കൂടുതൽ വകുപ്പുകൾക്കുള്ള സാധ്യതയുമുണ്ട്. ഗുരുതരമായ ആരോപണങ്ങളാണെങ്കിൽ ഗുരുതരമായ വകുപ്പുകളിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. ഭാരതീയ ന്യായ സംഹിതയൊക്കെ കുറച്ചുകൂടി ശക്തമായ വകുപ്പുകൾ ഇത്തരം കേസുകൾക്ക്, ഇത്തരം സംഭവങ്ങൾക്ക് ചുമത്താൻ കഴിയുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? കേരള കോൺഗ്രസ് എമ്മിന് UDF ആണ് നല്ലതെന്ന് രമേശ് ചെന്നിത്തല. മുന്നണി വിപുലീകരണത്തിനുള്ള ചർച്ചകൾ തുടങ്ങിയെന്ന് സമ്മതിക്കുന്നില്ലെങ്കിലും വാതിലുകൾ തുറന്നിരിക്കുന്നുവെന്നാണ് ചെന്നിത്തല പറയുന്നത്. ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായി സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. പക്ഷെ അങ്ങനെ വരുമ്പോഴും ഇപ്പോഴത്തെ ഈ സംവിധാനം വെച്ച് UDFന്റെ ഈ സംവിധാനം വെച്ചുകൊണ്ട് തന്നെ 2026 തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്നുള്ളത് ഒരു അമിതമായ ആത്മവിശ്വാസമല്ല. ഒരു UDF യോഗം പോലും ചേരാറുണ്ടോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ടല്ല? താങ്കൾക്ക് ആ ഒരു ആത്മവിശ്വാസക്കുറവുണ്ട്. അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത് കോൺഗ്രസും UDFുമാണ് അത് മനസ്സിലാക്കേണ്ടതെന്ന്. അങ്ങനെയല്ല. കേരളത്തിലെ കോൺഗ്രസും UDFും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണം. പലപ്പോഴും ഭിന്ന സ്വരങ്ങൾ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാകാറുണ്ട്. അത് ഒഴിവാക്കിയാൽ ജനങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് മുന്നണി വിപുലീകരണം എന്നൊരു വിഷയമല്ല. ഇത് ജനങ്ങളുടെ ഇടയിൽ UDFനും പ്രതിച്ഛായയുണ്ട്. ഇപ്പം LDFിലെ ഘടകകക്ഷികൾ കൂടുതലുണ്ടെന്നുണ്ട്. അവിടെ യാതൊരു സ്വാതന്ത്ര്യം ആർക്കുമില്ല. ഇപ്പോൾ ജോസ് കെ മാണി ഞങ്ങളുടെ കൂടെ ആയിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോൾ അഭിപ്രായ പുറത്ത് പറഞ്ഞേനെ. ഇപ്പോൾ പറയുന്നുണ്ടോ? വന നിയമത്തിൽ ഭേദഗതി വരുത്തുന്നു, ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? ഇവിടെ വന്യജീവി കർഷകരെ ഒന്നൊന്നായി കൊന്നുകൊണ്ടിരിക്കുന്നു, അവർ മിണ്ടുന്നുണ്ടോ? എത്രയോ വിഷയങ്ങൾ സർക്കാരിനെതിരായിട്ടുണ്ട്. അവരെന്താ അതേസമയം UDFിലായിരുന്നവർക്ക് മിണ്ടാമായിരുന്നു. കാരണം UDF ആരുടെയും അഭിപ്രായത്തെ കൂച്ചുവിലങ്ങിടുന്നില്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് UDF. പക്ഷേ LDFിൽ പറയാൻ പറ്റില്ല അവർക്ക്. LDFിനകത്തുള്ള ഏതെങ്കിലും കക്ഷി അവരുടെ അഭിപ്രായം പുറത്ത് പറയുമായിരുന്നു. ആകെ പറഞ്ഞുകൊണ്ടിരുന്ന കാനൻ്റായിരുന്നില്ല. അദ്ദേഹത്തിന് ശേഷം ആരും പറയാറില്ല. അപ്പോൾ അതാണ് UDFും LDFും തമ്മിലുള്ള വ്യത്യാസം. അതായത് കേരള കോൺഗ്രസ് എമ്മിന് നല്ല പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് UDF ആണ്. അത് അവർ തിരിച്ചറിയണം. അത് തിരിച്ചറിയുന്നില്ലല്ലോ അവരറിയുകയാണെങ്കിൽ നല്ല കാര്യം. അറിഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് ഈ സംവിധാനത്തിലൂടെ അധികാരത്തിൽ വരാൻ കഴിയും എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരള കോൺഗ്രസ് എമ്മിനെയും RJDയെയും മുന്നണിയിലെത്തിക്കാൻ നീക്കങ്ങൾ സജീവമാക്കുകയാണ് കോൺഗ്രസ്. മുസ്ലിം ലീഗിന്റെ പിന്തുണയോടെയാണ് കോൺഗ്രസിന്റെ ശ്രമങ്ങൾ. BJPയിലെ അസംതൃപ്തരെയും നേതൃത്വം ലക്ഷ്യമിടുന്നു. അതേസമയം സ്വാധീനം ഉറപ്പിക്കുന്നതിനുള്ള അവസരമാക്കി മുന്നണി വിപുലീകരണ ചർച്ചകളെ മാറ്റാനുള്ള മത്സരത്തിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും. അധികാരത്തിലെത്താൻ മുന്നണി വിപുലീകരണം അനിവാര്യമാണെന്ന തിരിച്ചറിവിലാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ചടുലമായ നീക്കങ്ങൾ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട മധ്യകേരളത്തിൽ കേരള കോൺഗ്രസ് തിരിച്ചു വന്നാൽ പഴയ പ്രതാപത്തിലേക്ക് എത്താമെന്നാണ് പ്രതീക്ഷ. പാർട്ടി ആവശ്യപ്പെട്ടിട്ടും മന്ത്രിമാറ്റത്തിന് തയ്യാറാകാത്ത NCPയെ ചൂണ്ടിക്കാണിച്ചാണ് ചർച്ചകൾ. എന്നാൽ കേരള കോൺഗ്രസിന്റെ ഒരു വിഭാഗത്തിന് മുന്നണി വിടുന്നതിനോട് യോജിപ്പില്ല. മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടായിരിക്കെ
മറിച്ചൊരു തീരുമാനം ഇപ്പോൾ എടുക്കുന്നതിൽ അർത്ഥമില്ലെന്നാണ് റോഷി അഗസ്റ്റിന്റെയും അനുകൂലികളുടെയും നിലപാട്. മാണി വിഭാഗത്തെ ഒപ്പമെത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ചെന്നിത്തലയും ലീഗ് നേതൃത്വവും സംയുക്തമായാണ്. ഇടതുമുന്നണിയുമായി മനപ്പൊരുത്തം നഷ്ടപ്പെട്ട MV ശ്രേയംസ്കുമാറിന്റെ RJDയുമായും കോൺഗ്രസ് നേതൃത്വം ചർച്ചകൾ തുടങ്ങി. പാർട്ടികളെ മാത്രമല്ല ഇടതുമുന്നണിയിലെ അസംതൃപ്തരായ നേതാക്കളെയും UDFിലേക്ക് എത്തിക്കാൻ ശ്രമമുണ്ട്. മന്ത്രിസ്ഥാനത്തിന്റെ പേരിൽ മുന്നണിയുമായി അകന്ന തോമസ് കെ തോമസിനെ ഒപ്പം കൂട്ടണമെന്ന അഭിപ്രായമുള്ളവരുമുണ്ട്. PV അൻവറിനെയും അദ്ദേഹത്തോട് അടുപ്പമുള്ള ഇടത് MLAമാരെയും UDF ലക്ഷ്യമിടുന്നുണ്ട്. അതേസമയം അൻവറിന്റെ കോൺഗ്രസ് പ്രവേശനം സംബന്ധിച്ച സസ്പെൻസ് ഇപ്പോഴും തുടരുകയാണ്. ദേശീയ നേതൃത്വത്തിന്റെ അറിവോടെ രമേശ് ചെന്നിത്തല തന്നെയാണ് ഈ ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. BDJSനെ വലത് ചേരിയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് ചരടുവലി നടത്തുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ. NSSും SNDPയും ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകൾ അകലം മറന്ന് വലതുപക്ഷത്തോടടുക്കുന്നത് ഇടതുമുന്നണിയിലെ അസംതൃപ്തരായ ഘടകകക്ഷികളുടെ മനസ്സിളക്കുമെന്ന പ്രതീക്ഷയും കോൺഗ്രസ് ക്യാമ്പിലുണ്ട്. UDFിനുള്ളിൽ സ്വാധീനം ഉറപ്പാക്കുന്നതിനുള്ള അവസരമാക്കി പ്രതിപക്ഷ നേതാവ് VD സതീശനും സ്വാധീനം തിരിച്ചുപിടിക്കാൻ രമേശ് ചെന്നിത്തലയും ഇരുവശങ്ങളിൽ നിന്ന് മുന്നണി വിപുലീകരണ ചർച്ചകൾക്ക് നേതൃത്വം നൽകുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ ഘടകകക്ഷികളുടെ പിന്തുണയും പ്രധാനം. ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇരു നേതാക്കളുടെയും തന്ത്രപരമായ നീക്കം. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. മുന്നണി വിപുലീകരണ ചർച്ചകൾ തുടരുന്നതിനിടെ KPCC നേതൃയോഗം ഇന്ന്. പാർട്ടി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് നേതൃയോഗം. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യും. വയനാട് DCC ട്രഷററുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും ചർച്ചയാകും. PV അൻവറിന്റെ കോൺഗ്രസ് പ്രവേശനത്തിലും ഇന്ന് ധാരണയുണ്ടാവുമെന്നാണ് സൂചന. ഇതിനിടെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി PV അൻവർ ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം വേഗത്തിൽ അതിനു മുമ്പിട്ടിരുന്ന ഈ ബാങ്കിലെ നിക്ഷേപം കൊണ്ടുപോയി അവിടെ ഇട്ടത്. ഇത് നല്ല അഴിമതിയാണ്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാകണം. ഇല്ലെങ്കിൽ ഞങ്ങൾ നിയമപരവും രാഷ്ട്രീയവുമായ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. ബോർഡ് അറിഞ്ഞിട്ടില്ല. ബോർഡ് കൂടിയിട്ടില്ല. ബോർഡ് കൂടുന്നതിന് മുമ്പ് ഈ നിക്ഷേപത്തിനുള്ള തീരുമാനമായി. ഞാനത് കഴിഞ്ഞ ദിവസം ബോർഡ് കൂടിയതിന്റെ ഡേറ്റ് പറഞ്ഞു. ബോർഡ് കൂടിയതിന്റെ ഡേറ്റിന് വളരെ മുമ്പ് തന്നെ, ബോർഡ് കൂടുന്നതിന് മുമ്പ് തന്നെ ഈ തീരുമാനമെടുത്ത് ഈ പണം നിക്ഷേപിച്ചു. ഇതിപ്പോ ലാസ്റ്റാണ് നമ്മൾ പറയുന്നത്. നിയമപരമായും രാഷ്ട്രീയമായും ഈ വിഷയത്തെ നേരിടും. സംസ്ഥാനത്തിന് 102 കോടി രൂപ നഷ്ടപ്പെടുത്തിയ കേസല്ല, അതിന് ഉത്തരം പറയണ്ടേ? അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഉത്തരം പറയാനുള്ള ബാധ്യതയുണ്ട്. അന്ന് പറഞ്ഞത് AA+ ഉണ്ടെന്നാണ്. ഒറ്റ മറുപടിയാണ്. ഏത്? ഈ സ്ഥാപനത്തിൽ. അപ്പോഴാണ് ഞങ്ങൾ ആ AA+ കൊണ്ടുവന്നിട്ട് അത് ക്രെഡിറ്റ് വാച്ച് എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. കാരണം ഈ അനിൽ അംബാനിയുടെ ഈ സ്ഥാപനത്തിന്റെ സഹോദര സ്ഥാപനങ്ങൾ അപകടത്തിലാണ്. നമ്മളൊരു കമ്പനിയിൽ നിക്ഷേപിക്കാൻ പോകുമ്പോൾ 2-3 കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്ന്, അതിന്റെ പാരന്റ് ബോഡി, മാതൃസ്ഥാപനം. 2, സഹോദര സ്ഥാപനങ്ങൾ. 3, ഈ സ്ഥാപനത്തിന്റെ 3 വർഷക്കാലത്തെ ബാലൻസ് ഷീറ്റ്. ഈ കമ്പനി തുടങ്ങിയിട്ട് 2 വർഷമായിട്ടുള്ളൂ. ഈ കമ്പനി മാതൃ കമ്പനിയിൽ നിന്ന് വിഭജിച്ച് ഈ കമ്പനി തുടങ്ങിയിരിക്കുക. മാതൃ കമ്പനി വെള്ളത്തിലായപ്പോഴാണ് വീണ്ടും ആളുകളെ പറ്റിച്ച് നിക്ഷേപം സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരു പുതിയ കമ്പനി. അതറിയാലോ നിങ്ങൾ. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച KFCയുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണമാണ് ഇപ്പോൾ VD സതീശൻ നൽകുന്നത്. KFC നൽകിയ വിശദീകരണം തെറ്റുകൾ നിറഞ്ഞതാണെന്നും സംസ്ഥാനത്തിന് വലിയ ബാധ്യതയാണ് ഇതുകൊണ്ടുണ്ടായത്. 102 കോടി രൂപയുടെ ബാധ്യത ഈ നിക്ഷേപം കൊണ്ടുണ്ടായി എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഇടവേളയ്ക്ക് ശേഷം മാളികത്ത്. കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന വരികയാണ്. അല്പം പരിഗണനയുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ തീരുമാനമാണ്, പരിഗണനയിലുണ്ട്. മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത് കോടതിയിൽ ഹാജരാക്കുന്നുണ്ടോ? കോടതി മൊബൈൽ ഫോൺ ബന്ധവസിലെടുത്ത് കോടതിയിൽ ഹാജരാക്കും. അത് മറ്റേ പരാതി അനുസരിച്ച് ഇനി ഓക്കെ ശരി. ഹണി റോസിന്റെ പരാതി, ലൈംഗിക അധിക്ഷേപ പരാതി അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന്റെ തലവൻ ACP ജയകുമാറാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. ഇന്നലെ പോലീസ് പിടിച്ചെടുത്ത
ബോബി ചെമ്മണ്ണൂരിന്റെ ഫോൺ കോടതിയിൽ ഹാജരാക്കും. അല്പസമയത്തിനകം തന്നെ ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മടങ്ങിയെത്താം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം പോകണം. ഇന്നലെ രാത്രി മുഴുവൻ ബോബി ചെമ്മണ്ണൂർ ഉണ്ടായിരുന്നത് കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ്. അവിടെ ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. നടി ഹണി റോസിന്റെ പരാതിയിൽ നമുക്കറിയാം ഇന്നലെ 7:15 ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തത്. ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കും. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ഇന്നലെ വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ബോബിയെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം അഭിഭാഷകരുടെ വലിയൊരു സംഘം, അതായത് സംസ്ഥാനത്ത് ലഭിക്കാവുന്ന ഏറ്റവും മുതിർന്നവരും ഏറ്റവും പരിചയസമ്പന്നരുമായ അഭിഭാഷകരുടെ വലിയൊരു സംഘം ബോബി ചെമ്മണ്ണൂരിനായി ഹാജരാകുമെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബോബി ചെമ്മണ്ണൂരിന്റെ ഫോണ് ഫോറൻസിക് പരിശോധനയ്ക്കായി പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന വാർത്തയുമുണ്ട്. മജിസ്ട്രേറ്റിന് മുൻപാകെ രേഖപ്പെടുത്തിയ വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിൽ IC ബാലകൃഷ്ണൻ MLA, ND അപ്പച്ചൻ എന്നിവരെ പ്രതി ചേർത്തു എന്ന പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഈ ആത്മഹത്യാക്കുറിപ്പിലുള്ളവരെ കൂടി പ്രതി ചേർത്തേക്കുമെന്ന വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ശ്രീജ, NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിരുന്ന 4 പേർക്കെതിരെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം കേസെടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാം പ്രതിയായി വരുന്നത് ബത്തേരി MLA IC ബാലകൃഷ്ണനാണ്. ND അപ്പച്ചനും ഒപ്പം ഗോപിനാഥ് എന്ന മുൻ DCC പ്രസിഡന്റും CV ബാലചന്ദ്രൻ എന്ന കോൺഗ്രസ് നേതാവും. ഇങ്ങനെ 4 പ്രതികളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. തന്റെ ആത്മഹത്യക്ക് പ്രേരണയായി അല്ലെങ്കിൽ തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതിൽ ഈ 4 പേർക്കും നിർണായകമായ പങ്കുണ്ട് എന്ന് അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പിൽ വിശദീകരിച്ചിരിക്കുന്നു. സഹകരണ ബാങ്ക് നിയമനത്തിനായി കോഴ വാങ്ങിയത് ഇവരുടെ കൂടി നിർദ്ദേശപ്രകാരമാണ്. പണത്തിന്റെ വിഹിതം ഇവർ കൂടി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് താൻ ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ നേരിട്ടപ്പോൾ ഇവരിൽ നിന്ന് യാതൊരു സഹായവും ഉണ്ടായില്ല എന്ന് കത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ പ്രതി ചേർത്തിരിക്കുന്നത്. ഇന്നലെ KPCC നിയോഗിച്ച ഉപസമിതി ഈ മരിച്ച NM വിജയന്റെ വീട്ടിലെത്തുകയും ബന്ധുക്കളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. സാമ്പത്തികമായ എല്ലാ പ്രതിസന്ധികളും തീർക്കുന്നതിന് കുടുംബത്തിനൊപ്പം പാർട്ടി ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. കുടുംബം താൽക്കാലികമായി ഒരു ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്നും പിന്മാറിയെങ്കിൽ പോലും നിയമപരമായ കാര്യങ്ങൾ അതേപടി നിലനിൽക്കുമെന്നാണ് മകൻ പറഞ്ഞിരുന്നത്. എന്തായാലും അത്തരം വെടിനിർത്തലുകൾ കൊണ്ടൊന്നും ഈ പ്രശ്നം അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള ഈ നിയമ നടപടിയിൽ നിന്നും വ്യക്തമാകുന്നത്. ഇന്നലെ ഈ അസ്വാഭാവിക മരണത്തിന് എടുത്ത കേസ് ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം കൂടി ഉള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തി വിപുലീകരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ കത്തിൽ പരാമർശിക്കുന്ന 4 നേതാക്കൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അനീഷ്, ഈ വിഷയത്തിൽ കോൺഗ്രസ് ഒരു സമവായത്തിന്റെ അല്ലെങ്കിൽ ഒരു മയപ്പെടലിന്റെ പാതയിലേക്ക് പോയത് നമ്മൾ കണ്ടതാണ്. ഈ ആരോപണങ്ങൾ ഉണ്ടാവുന്നത് വലിയ രീതിയിലുള്ള ചീത്തപ്പേർ ഉണ്ടാക്കുന്നുണ്ട് എന്നൊരു തിരിച്ചറിവിൽ, അല്ലെങ്കിൽ അത് രാഷ്ട്രീയ ആയുധമായി CPM ഉൾപ്പെടെ ഉപയോഗിക്കുമെന്ന തിരിച്ചറിവിലായിരുന്നു. പക്ഷേ ഇതിങ്ങനെ കേസിലേക്കും നിയമ നടപടിയിലേക്കും, അതും MLAയും DCC പ്രസിഡന്റും ഉൾപ്പെടെ ഉള്ളവരെ പ്രതി ചേർക്കപ്പെട്ടാൽ ഇതൊരു വലിയ ആയുധമായി മാറില്ലേ വീണ്ടും? തീർച്ചയായും കഴിഞ്ഞ കുറെ മാസങ്ങൾക്കിടയിൽ UDF മുന്നോട്ട് കൊണ്ടുപോയ ഏറ്റവും വലിയ ആയുധങ്ങൾ ഒന്ന് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. മറ്റൊന്ന് ഈ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയും. ഈ 2 വിഷയങ്ങളിലും കൃത്യമായ പ്രക്ഷോഭം തീർക്കുകയും PPGക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെടാൻ ഇടവരുകയും അവർ അറസ്റ്റിലായി റിമാൻഡിൽ കഴിഞ്ഞ് ജയിലിലേക്ക് വരെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ 2 സാഹചര്യങ്ങൾക്കും സമാനമായ രീതിയിൽ തന്നെയാണ് ഈ NM വിജയന്റെ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. ഒന്ന്, ഒരു സഹകരണ ബാങ്കിൽ നിയമനം നൽകാമെന്ന് ചൂണ്ടിക്കാട്ടി 13ഓളം അപേക്ഷാർത്ഥികളിൽ നിന്നായി 3 കോടി രൂപയിലധികം ശേഖരിക്കുന്ന നടപടി ഒരു വശത്തുണ്ടാവുന്നു. മറുവശത്ത് ഈ കോൺഗ്രസ് നേതാക്കളുടെ പേര് എഴുതി വെച്ച ശേഷം കോൺഗ്രസിന്റെ തന്നെ ജില്ലാ കമ്മിറ്റി ട്രഷററായ വയനാട് ജില്ലയിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായ NM വിജയൻ ആത്മഹത്യ ചെയ്യുന്നു. അതുകൊണ്ട് ഈ 2 കാര്യങ്ങളിലും വലിയ അഴിമതി നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വലിയ ക്രിമിനൽ നടപടികൾ ഈ കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന ഒരു വിമർശനം തന്നെയാണ് CPMന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഈ NM വിജയൻ എഴുതിയ കത്തിൽ ഈ ഒരു ബാങ്ക് മാത്രമല്ല 4 ബാങ്കുകളിലെ നിയമനത്തിന് പണം വാങ്ങിയാണ് കോൺഗ്രസ് നേതാക്കൾ ഒത്താശ ചെയ്തത്, അല്ലെങ്കിൽ ബാങ്ക് നിയമനങ്ങൾ നടത്തിയത് പണം വാങ്ങിയെന്ന് വ്യക്തമാക്കുന്ന രേഖയാണ് പുറത്തു വന്നത്. ഒപ്പം ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ പര്യാപ്തമായ എല്ലാ തെളിവുകളും ഈ ആത്മഹത്യാ കുറിപ്പിലുണ്ടായിരുന്നു. ഒരാൾ അവസാനമായി എഴുതുന്ന കുറിപ്പിന് വലിയ നിയമ സാധ്യതയുണ്ട്. ഈ നവീൻ ബാബുവിന്റെ കേസിൽ ഒരു പ്രസംഗത്തിന്റെ പേരിൽ മാത്രം നടപടിയെടുത്തു എന്ന് CPM പറയുമ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ
ആത്മഹത്യാക്കുറിപ്പ് പോലും കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ മറുവശത്ത് ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി തന്നെ ഈ ആളുകളുടെ പേരുകൾ പറയുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഈ IC ബാലകൃഷ്ണൻ MLA പേര് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ടിരുന്നു. പ്രത്യേകിച്ചും ഈ പണം വാങ്ങിയ ഒരാളും ഈ NM വിജയനുമായി ഏർപ്പെട്ട ഒരു കരാറിൽ IC ബാലകൃഷ്ണൻ MLA നിർദ്ദേശപ്രകാരമാണ് താൻ ഈ പണം വാങ്ങുന്നതെന്ന് വ്യക്തമാക്കിയുള്ള ഒരു കരാർ രേഖ പുറത്തു വന്നിരുന്നു. പക്ഷേ അന്ന് IC ബാലകൃഷ്ണൻ വാദിച്ചത് ഇത്തരത്തിൽ മൂന്നാമതൊരാൾ തന്റെ പേര് ഉപയോഗിച്ച് ഒരു കരാർ ഉണ്ടാക്കിയാൽ അതിൽ തനിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല, ഒരു തരത്തിലുമുള്ള പണ ഇടപാടുകൾ താൻ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുമില്ല എന്നാണ്. പിന്നീട് ഈ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്ന ശേഷവും കെ സുധാകരൻ KCC പ്രസിഡന്റ് അടക്കം പറഞ്ഞത് വളരെ വർഷങ്ങളുടെ അനുഭവ പരിചയമുള്ള ഒരു നേതാവാണ് IC ബാലകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു വീഴ്ച ഉണ്ടാവാൻ കഴിയുന്നില്ല, ഈ ആത്മഹത്യാക്കുറിപ്പിൽ പോലും വ്യക്തതയില്ല എന്ന് പറയുന്നു. മറുവശത്ത് VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഈ കത്തിൽ ഒരു വ്യക്തതയില്ല, BJPയും CPMുമായൊക്കെ സംസാരിച്ചു എന്ന പേരിൽ ഒരു സമ്മർദ്ദ തന്ത്രമാണ് മകൻ പ്രയോഗിക്കുന്നതെന്നൊക്കെയായിരുന്നു. പക്ഷേ ഈ രണ്ട് വാദങ്ങളും പൂർണ്ണമായും കുടുംബം തള്ളുകയും വളരെ രൂക്ഷമായ പ്രതികരണം കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. NM വിജയൻ മരിച്ച ശേഷം പ്രാദേശിക നേതാക്കൾക്കപ്പുറം ഒരു മുതിർന്ന നേതാവ് പോലും ഈ വീട്ടിലേക്ക് എത്തിയില്ല എന്നുള്ള കുറ്റപ്പെടുത്തലുകൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. CPMുമായോ BJPയുമായോ ഒരു വിലപേശലും തങ്ങൾ പോയിട്ടില്ല. ഇക്കാര്യം സമ്മർദ്ദ രൂപത്തിൽ VD സതീശനോട് പറഞ്ഞിരുന്നുമില്ല എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുകയും ചെയ്തു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ പരിക്ക് ഉണ്ടാവും അല്ലെങ്കിൽ അപകടം തിരിച്ചറിഞ്ഞ കോൺഗ്രസ് ഉപസമിതിയെ നിയോഗിക്കുകയും അവർ വീട്ടിലേക്ക് എത്തി കുടുംബത്തെ സാന്ത്വനിപ്പിക്കുകയും അവരുടെ സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കുമെന്ന ഉറപ്പ് നൽകുകയും ചെയ്തു. പക്ഷേ ആ ഉറപ്പ് കൊണ്ടൊന്നും കാര്യങ്ങൾ തീരില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. IC ബാലകൃഷ്ണൻ MLAയുടെയും ND അപ്പച്ചൻ DCC പ്രസിഡന്റിന്റെയും ഗോപിനാഥിന്റെയും ബാലചന്ദ്രന്റെയും ഒക്കെ അറസ്റ്റിലേക്കും കാര്യങ്ങൾ നീങ്ങും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. വയനാട്ടിലെ കോൺഗ്രസിനെ തീർത്തും പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ MLA IC ബാലകൃഷ്ണനെയും DCC പ്രസിഡന്റ് ND അപ്പച്ചനെയും പ്രതി ചേർത്തിരിക്കുന്നത്. കോൺഗ്രസ് വിട്ട് CPMലേക്ക് പോയ ബാലചന്ദ്രനും ഈ കേസിൽ പ്രതിയായിട്ടുണ്ട്. 4 പേരെ ഈ ആത്മഹത്യാ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് KPCC നിയോഗിച്ച പ്രത്യേക സംഘം അവിടെ എത്തി ഈ കുടുംബത്തെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഈ ബാധ്യതകളെല്ലാം ഏറ്റെടുക്കാം എന്ന് കുടുംബത്തെ അറിയിച്ചു. ഇതിന് ശേഷം ഈ കുടുംബം ഇദ്ദേഹത്തിൻ്റെ വായ്പാ ബാധ്യതകളെക്കുറിച്ചുള്ള അന്വേഷണമൊക്കെ നടത്തി ആ വിവരങ്ങൾ ശേഖരിക്കുകയാണ് എന്നതൊക്കെ ഇന്ന് വന്നിരുന്നു. പക്ഷേ ഇതിൽ നിന്നും വളരെ പെട്ടെന്നാണ് ഇപ്പോൾ നിയമപരമായ ഒരു കുരുക്കിലേക്ക് കോൺഗ്രസ് പോകുന്നത്. ബത്തേരി MLA IC ബാലകൃഷ്ണനൊപ്പം DCC പ്രസിഡന്റ് ND അപ്പച്ചനും ആത്മഹത്യാ പ്രേരണ കുറ്റത്തിലേക്ക് വരികയാണ്. അതായത് നിയമപരമായി തന്നെ ഈ കോൺഗ്രസിന് ഇനി ഈ കേസിനെ നേരിടേണ്ടി വരും. ഞങ്ങൾക്കറിയാത്ത ബാധ്യതയാണ് എന്ന രീതിയിൽ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി ഉണ്ടായ ബാധ്യതയല്ല എന്ന രീതിയിലുള്ള ഒഴിവ് കഴിവുകൾ ഇനി പറയാൻ സാധ്യമല്ല. MLA പ്രതിയായിരിക്കുന്നു. DCC പ്രസിഡന്റ് ജില്ലയിലെ കോൺഗ്രസിന്റെ ഏറ്റവും ഉയർന്ന നേതാവ് കൂടി ഈ കേസിൽ ഇപ്പോൾ പ്രതിയായിരിക്കുന്നു. CPM ആകട്ടെ വളരെ കൃത്യമായി ഈ അവസരം ഉപയോഗിക്കാൻ കാത്തു നിൽക്കുകയാണ്. ഇതുവരെ ഏതൊക്കെ രീതിയിലുള്ള സാമ്പത്തിക ആരോപണങ്ങളിലാണോ CPMനെതിരെ കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചിരുന്നത് അതേ രീതിയിൽ ഈ കേസ് ചർച്ചയാക്കണമെന്ന് CPM ആഗ്രഹിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള നീക്കങ്ങൾ CPMന്റെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള സൂചന ഉണ്ടായിരുന്നു. ഈ ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ അതിൽ പേരുള്ളവർക്കെതിരെ കേസ് വന്നേക്കും എന്ന സൂചനകളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ 4 പേർ കോൺഗ്രസ് വിട്ട് CPMൽ ചേർന്ന ബാലചന്ദ്രൻ, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, ബത്തേരി MLA IC ബാലകൃഷ്ണൻ എന്നിവർ ഉൾപ്പെടെ 4 പേരെയാണ് ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുന്നത്. അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അല്ല, പാർട്ടിക്ക് അന്വേഷിക്കണമല്ലോ. പാർട്ടി അന്വേഷിക്കുന്നത് ഇതിനകത്ത് എന്തെങ്കിലും തട്ടിപ്പുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം ആക്കിയിരിക്കുന്നതാണോ, എന്താണ് ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി, എന്താണ്, ഇവർ കുറ്റക്കാരാണോ എന്ന് പാർട്ടി അന്വേഷിക്കുന്നത് ആഭ്യന്തര സംവിധാനമാണ്, ഡൊമസ്റ്റിക് ആയിട്ടുള്ള സംവിധാനമാണ്. അതും പോലീസ് അന്വേഷണത്തെ യാതൊരു തരത്തിലും ബാധിക്കുന്ന കാര്യമല്ല. ഞങ്ങൾക്ക് പരാതി തന്നിട്ടുണ്ട്. പാർട്ടിക്ക് പരാതി തന്നതിൻ്റെ പുറത്താണ് പാർട്ടി അന്വേഷിക്കുന്നത്. അല്ലല്ല, അത് പാർട്ടി കോടതി അന്വേഷിച്ച് തീരുമാനമെടുക്കുക. ഞാൻ പറയാം, അതായത് പാർട്ടി കോടതി അന്വേഷിച്ച് തീരുമാനമെടുക്കുകയല്ലല്ലോ. ഇവിടെ പാരലായിട്ട് മറ്റൊന്ന് നടക്കുന്നുണ്ടല്ലോ. പാർട്ടി അന്വേഷിക്കണ്ടേ? ഒരു പാർട്ടിക്ക് രാഷ്ട്രീയ പാർട്ടിക്ക് ഇതുപോലത്തെ ഒരു പരാതി കിട്ടിക്കഴിയുമ്പോൾ അത് ഞങ്ങൾ മടക്കി വെച്ചാൽ മതിയാണ്. ഞാനും KPCC പ്രസിഡന്റും കൂടി ആലോചിച്ചിട്ടാണ് ഞങ്ങളുടെ ഒരു കമ്മീഷനെ വെച്ച് അന്വേഷിക്കുന്നത്. ഞങ്ങൾക്കും വിവരങ്ങൾ കിട്ടണ്ടേ, യഥാർത്ഥ വിവരങ്ങൾ കിട്ടണമല്ലോ കൃത്യമായിട്ട്. അതും പോലീസ് അന്വേഷണത്തെ മറ്റെന്താ അറിയാമോ,
മറ്റത് പോലീസ് അന്വേഷണം ഉണ്ടാവാറില്ല, ഇതേ നടക്കുള്ളൂ. അല്ല, നമ്മുടെ ശ്രദ്ധയിൽ ഞാൻ ഒരു ഉദാഹരണം പറയാം. എൻ്റെ മുമ്പിൽ ഈ പരാതി വരുന്നതിൻ്റെ 2 ദിവസം മുമ്പാണ് എനിക്ക് തരുന്നത്. എനിക്ക് ഇദ്ദേഹത്തെ വ്യക്തിപരമായി അടുപ്പമുള്ള ഒരാളാണ്. ഞാൻ അദ്ദേഹത്തെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്നോട് അദ്ദേഹം ഇത് പറഞ്ഞിട്ടില്ല. എനിക്കറിയില്ല. KPCC പ്രസിഡന്റ് ഇതിനെക്കുറിച്ച് അറിയില്ല. അദ്ദേഹത്തിന് അറിയില്ല, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. നമുക്ക് ആർക്കും അറിയത്തില്ല. ഞങ്ങൾക്ക് അറിയില്ല. അറിയണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഇടപെടില്ലേ? അങ്ങനെ ഒരു ഇത് ഈ കത്ത് നമുക്ക് ഇപ്പോഴല്ലേ അയക്കുന്നത്, ആളുടെ മരണശേഷമല്ലേ. അല്ലല്ല, പുള്ളി അത് വായിച്ചിട്ടുണ്ടായില്ല എന്ന് പറഞ്ഞത്. ഈ കത്ത് കിട്ടിയത് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കത്ത് വന്നത് അവർ പറഞ്ഞല്ലോ 2 ദിവസം മുമ്പാണ് തന്നത്. നമുക്കില്ലെങ്കിൽ ഞാൻ അവരെ കൊണ്ടുപോയിട്ട് അവിടെ മുറിക്കകത്തിരുത്തി അവർക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ ബെഡ്റൂമിൽ കൊണ്ട് ഇരുത്തി ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ വായിച്ചു നോക്കി എൻ്റെ സംശയങ്ങൾ. അതാണ് അവർ പറഞ്ഞത്. ചില ഏരിയയിൽ എനിക്ക് ക്ലാരിറ്റി വന്നില്ല. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താണ് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവരുദ്ദേശിച്ചത് പറഞ്ഞു. അല്ലല്ല, അത് ചെയ്യണമല്ലോ. അല്ല, അത് കേസും അതും വേറെ. ഞാൻ പറഞ്ഞുതരാം. ആ കുടുംബത്തിന് ഞങ്ങളുടെ പാർട്ടി നേതാക്കളുടെ വഴി സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുണ്ടോ? ഈ കാരണം കൊണ്ടാണോ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ ഉണ്ടായത്? ഇങ്ങനെ ഈ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. വ്യക്തികളാണ് ചെയ്തതെങ്കിലും പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകളാണ് ചെയ്തതെങ്കിൽ കുടുംബത്തോടൊരു ഉത്തരവാദിത്വം ഇല്ലേ? കുടുംബം കൊണ്ടൊന്ന് നമ്മുടെ കയ്യിൽ പരാതി തന്നാൽ അതുകൊണ്ടല്ലേ, അല്ലാതെ നമുക്ക് ഒതുക്കി തീർക്കാൻ പറ്റുന്ന കേസല്ലല്ലോ. ഞങ്ങൾ ഒതുക്കി തീർക്കാനല്ലല്ലോ ശ്രമിക്കുന്നത്. ഞങ്ങൾ കുടുംബത്തിൻ്റെ പരാതി, മരിച്ചുപോയ ഞങ്ങളുടെ ഒരു പാർട്ടി നേതാവിൻ്റെ കുടുംബം പാർട്ടിക്ക് പരാതി എന്നപ്പോൾ പാർട്ടിക്ക് അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും, എങ്ങനെ അത് അവരെ സഹായിക്കാൻ പറ്റും എന്നും കൂടിയുള്ള ആലോചനയാണ്. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു. വയനാട് DCC ട്രഷററുടെയും മകന്റെയും ആത്മഹത്യയിൽ പാർട്ടി അന്വേഷണം നടത്തുന്നത് പാർട്ടിക്ക് മുന്നിലെത്തിയ പരാതി അന്വേഷിക്കാനാണ്. എന്താണ് ഇതിൽ സംഭവിച്ചത് എന്ന് തിരിച്ചറിയാനാണ്. അത് 2 ദിവസം മുൻപ് മാത്രമാണ് ഈ പരാതി പാർട്ടിക്ക് മുന്നിലേക്ക് എത്തിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ മരണത്തിൽ ഇപ്പോൾ 4 പേരെ പ്രതി ചേർത്തിരിക്കുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് IC ബാലകൃഷ്ണൻ MLA-ക്കും DCC പ്രസിഡന്റ് ND അപ്പച്ചനുമെതിരെ ചുമത്തിയിരിക്കുന്നത്. അതായത് രാഷ്ട്രീയമായി കോൺഗ്രസ് ഈ വിഷയത്തിൽ കുറച്ച് പ്രതിരോധത്തിലേക്ക് പോവുകയാണ്. വളരെ വിശദമായി തന്നെ ഈ വിഷയങ്ങളെല്ലാം ന്യൂസ് ട്രെൻഡ്സിൽ ചർച്ച ചെയ്യാം. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം പോകണം. ഇന്നലെ രാത്രി മുഴുവൻ ബോബി ചെമ്മണ്ണൂർ ഉണ്ടായിരുന്നത് കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ്. അവിടെ ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. നടി ഹണി റോസിന്റെ പരാതിയിൽ നമുക്കറിയാം ഇന്നലെ 7:15 ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത് ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കും. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ഇന്നലെ വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ബോബിയെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം അഭിഭാഷകരുടെ വലിയൊരു സംഘം, അതായത് സംസ്ഥാനത്ത് ലഭിക്കാവുന്ന ഏറ്റവും മുതിർന്നവരും ഏറ്റവും പരിചയസമ്പന്നരുമായ അഭിഭാഷകരുടെ വലിയൊരു സംഘം ബോബി ചെമ്മണ്ണൂരിനായി ഹാജരാകുമെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബോബി ചെമ്മണ്ണൂരിന്റെ ഫോണ് ഫോറൻസിക് പരിശോധനയ്ക്കായി പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന വാർത്തയുമുണ്ട്. മജിസ്ട്രേറ്റിന് മുൻപാകെ രേഖപ്പെടുത്തിയ ഹണി റോസിന്റെ രഹസ്യമൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാകും കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ആജ്ഞ രവീന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആജ്ഞ, നേരത്തെ പറഞ്ഞതുപോലെ ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. കാരണം രഹസ്യമൊഴിയിൽ നടി ഹണി റോസ് കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതാകുമ്പോൾ കൂടുതൽ വകുപ്പുകൾക്കുള്ള സാധ്യതയുമുണ്ട്. ഗുരുതരമായ ആരോപണങ്ങളാണെങ്കിൽ ഗുരുതരമായ വകുപ്പുകളിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. ഭാരതീയ ന്യായ സംഹിതയൊക്കെ കുറച്ചുകൂടി ശക്തമായ വകുപ്പുകൾ ഇത്തരം കേസുകൾക്ക്, ഇത്തരം സംഭവങ്ങൾക്ക് ചുമത്താൻ കഴിയുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ BNS 75 1 and 4 ആണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കുറ്റങ്ങളിലൊന്ന്. ഇത് ഈ പറഞ്ഞതുപോലെ ജാമ്യമില്ലാത്ത വകുപ്പിൽ പെടുന്നതുമാണ്. അതേസമയം ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് അങ്ങേയറ്റം നാടകീയമായ നീക്കങ്ങളിലൂടെയാണെന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം വയനാട് SP-യുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യാൻ എത്തുമ്പോഴാണ് അവിടുത്തെ ലോക്കൽ പോലീസ് പോലും അറിയുന്നത്. നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട വാർത്തകളോടുകൂടിയാണ് ന്യൂസ് ട്രെൻഡ്സ് ആരംഭിക്കുന്നത്. വയനാട് DCC
നേതാവിന്റെ ആത്മഹത്യ അത് വലിയ വാർത്തയായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോൺഗ്രസ് നേതാക്കൾ MLA അടക്കം പ്രതിക്കൂട്ടിലായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത IC ബാലകൃഷ്ണൻ MLAക്കെതിരെ അടക്കം 4 പേർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം ചുമത്തിയുള്ള കേസെടുത്തിരിക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ കൂടുതൽ കുരുക്കുകളിലേക്കാണ്. ഇനി അന്വേഷണം നേരിടേണ്ടി വരും. ഈ പറഞ്ഞതുപോലെ ചോദ്യം ചെയ്യലിന് വിധേയരാകേണ്ടി വരുന്ന പശ്ചാത്തലമാണ്. ഒപ്പം ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിന് നൽകിയ രഹസ്യമൊഴിയുണ്ട്. ആ രഹസ്യമൊഴിയിൽ ഇപ്പോൾ മനസ്സിലാകുന്നത് കൂടുതൽ ഗൗരവതരമായ പരാമർശങ്ങൾ, ചില ആരോപണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകളിലേക്ക്. ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് നൽകിയ മൊഴിയിൽ ഗുരുതര പരാമർശങ്ങളെന്ന് സൂചന. കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കും. ഫോറൻസിക് പരിശോധനയ്ക്കായി ഫോൺ പിടിച്ചെടുത്തു. അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. തന്നെ അധിക്ഷേപിച്ച യൂട്യൂബർമാർക്കെതിരെയും നടപടി വേണമെന്ന് ഹണി റോസ്. NM വിജയന്റെ ആത്മഹത്യയിൽ IC ബാലകൃഷ്ണൻ MLAയെ പ്രതിയേർത്തു. DCC അധ്യക്ഷൻ ND അപ്പച്ചനും PV ബാലചന്ദ്രനും KK ഗോപിനാഥനും പ്രതികൾ. IC ബാലകൃഷ്ണനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം. പെരിയ കേസിൽ ശിക്ഷാവിധി സ്റ്റേ ചെയ്ത 4 CPM നേതാക്കൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. രക്തഹാരമണിയിച്ച് സ്വീകരിച്ച നേതാക്കൾ. CPIഎമ്മിനെതിരായി കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന നുണയുടെ ഒരു വലിയ കോട്ടയാണ് ഇന്നലത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിലപാടോടുകൂടി പൊളിഞ്ഞു വീണു. പാർട്ടി നേതാക്കളായതുകൊണ്ടാണ് കേസിൽ പെടുത്തിയതെന്ന് KV കുഞ്ഞിരാമൻ. കേരള കോൺഗ്രസ് എമ്മിന് നല്ല പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന UDF ആണ്. അത് അവർ തിരിച്ചറിയണം. അത് തിരിച്ചറിയുന്നില്ലല്ലോ അവരറിയുകയാണെങ്കിൽ നല്ല കാര്യം. അറിഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് ഈ സംവിധാനത്തിലൂടെ അധികാരത്തിൽ വരാൻ കഴിയും എന്ന വിശ്വാസമാണ് എനിക്ക്. കേരള കോൺഗ്രസ് എമ്മിന് UDFിലേക്ക് വാതിൽ തുറന്നിട്ട് കോൺഗ്രസ്. രമേശ് ചെന്നിത്തല അഭിപ്രായം പറഞ്ഞത് ന്യൂസ് 18 അഭിമുഖത്തിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് UDF വിപുലീകരിക്കാൻ ശ്രമങ്ങൾ. RJDയെയും തിരികെ എത്തിക്കാൻ നീക്കം. കൂടുതൽ പേരെ എത്തിക്കാൻ മത്സരിച്ച് ചെന്നിത്തലയും VD സതീശനും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കവും മുന്നണി വിപുലീകരണവും ചർച്ച ചെയ്യാൻ KPCC നേതൃയോഗം ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത്. പ്രവർത്തക സമിതി അംഗങ്ങളും മുൻ അധ്യക്ഷന്മാരും പങ്കെടുക്കും. വയനാട്ടിൽ DCC ട്രഷറർ ആത്മഹത്യ ചെയ്ത വിവാദവും ചർച്ചയ്ക്ക്. PV അൻവറിന്റെ മുന്നണി പ്രവേശനവും വിഷയമാകും. CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസറിനെതിരെ കരുനീക്കം ശക്തമാക്കി സജി ചെറിയാൻ പക്ഷം. 3 ടേം പൂർത്തിയാക്കും മുമ്പേ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കും. ജില്ലാ സമ്മേളനത്തിൽ നിർണായക നീക്കത്തിന് സാധ്യത. പകരം മനു C പുളിക്കലും TK ദേവകുമാറും പരിഗണനയിൽ. ആറുപേർ തിക്കിലും തിരക്കിലും മരിച്ച തിരുമല തിരുപ്പതി ക്ഷേത്രം ആന്ധ്ര മുഖ്യമന്ത്രി സന്ദർശിക്കും. കളക്ടറോടും SP-യോടും റിപ്പോർട്ട് തേടി. അപകടമുണ്ടായത് വൈകുണ്ഠ ഏകാദശി ദർശനത്തിന് കൂപ്പൺ നൽകുന്ന കൗണ്ടറിന് മുന്നിൽ. ശബരിമലയിൽ ഇന്നു മുതൽ നിയന്ത്രണം കടുപ്പിക്കും. വെർച്വൽ ക്യൂ 50,000 ചുരുക്കി. സ്പോട്ട് ബുക്കിംഗ് 5,000 പേർക്ക് മാത്രം. വരും ദിവസങ്ങളിൽ കൂടുതൽ നിയന്ത്രണം. ആലുവയിൽ ബഹുനില ഫ്ളാറ്റിൽ നിന്ന് വീണ് വയോധിക മരിച്ചു. മരിച്ചത് 11ാം നിലയിലെ താമസക്കാരിയായ ശാന്തകുമാരി. അസ്വാഭാവിക മരണത്തിനു കേസെടുത്ത് പോലീസ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ IC ബാലകൃഷ്ണൻ MLAയും വയനാട് DCC അധ്യക്ഷൻ ND അപ്പച്ചനും അടക്കം 4 പേരെ പ്രതിയേർത്തു. കോൺഗ്രസ് നേതാക്കളായ ഗോപിനാഥ്, PV ബാലചന്ദ്രൻ എന്നിവരെയും ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി പ്രതിയേർത്തു. ഇതിൽ PV ബാലചന്ദ്രൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് വിട്ട് ഇപ്പോൾ CPMന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ, ഗോപിനാഥ്, PV ബാലചന്ദ്രൻ എന്നിവരാണ് ഇതിലിപ്പോൾ പ്രതികളായിട്ടുള്ളത്. MS അനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അനീഷ്, ഒരു വശത്ത് പാർട്ടി അന്വേഷണം അത് തകൃതിയായി പുരോഗമിക്കുന്നുണ്ട്. പാർട്ടി ഉപസമിതിയൊക്കെ വെച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നു, കുടുംബത്തെയൊക്കെ സമാശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു, അവരെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നു. പക്ഷേ മറുവശത്ത് കുരുക്ക് മുറുകുകയാണ്. വളരെ കൃത്യമായി തന്നെ MLA അടക്കം ടാർഗറ്റ് ചെയ്തുകൊണ്ട്, വളരെ കൃത്യമായി തന്നെ MLA അടക്കം പ്രതിയേർത്തുകൊണ്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. നിയമവഴിയിലാണ് ഈ നേതാക്കളെല്ലാം.
രഞ്ജിത്ത്, NM വിജയൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് ആദ്യം കേസെടുത്തിരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. പിന്നീട് ആത്മഹത്യാ പ്രേരണ വകുപ്പുകളടക്കം ചേർത്ത് ഈ FIR പരിഷ്കരിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ 3 കോൺഗ്രസ് നേതാക്കളെയും ഒരു കോൺഗ്രസ് വിട്ട് CPM ചേർന്ന നേതാവിനെയും ഉൾപ്പെടെയുള്ളവരെ പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ബത്തേരി MLA IC ബാലകൃഷ്ണൻ്റെ പേര് തന്നെയാണ്. ഒപ്പം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ ND അപ്പച്ചൻ, മുൻ DCC പ്രസിഡന്റായ ഗോപിനാഥ്, ഒപ്പം കോൺഗ്രസ് വിട്ട് ഇപ്പോൾ CPM ചേർന്ന ബാലചന്ദ്രൻ, ഈ 4 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഈ 4 പേരെ പറ്റി കൃത്യമായ പരാമർശങ്ങൾ NM വിജയൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ടായിരുന്നു. സഹകരണ ബാങ്ക് നിയമനത്തിനായി കോഴപ്പണം വാങ്ങിയപ്പോൾ ഇതിൻ്റെ വിഹിതം ഈ നേതാക്കൾ കൈപ്പറ്റിയിരുന്നു. അല്ലെങ്കിൽ